സുഹൃത്തുക്കളെ, ഇപ്പോൾ എല്ലാവരിലും പേടിഎം എന്നൊരു ആപ്പിനെ കുറിച്ച് എല്ലാവരും ഇപ്പോൾ കേട്ട് തുടങ്ങിക്കഴിഞ്ഞു. സോ ഈ പേടിഎം ആപ്പ് ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ. സോ ഇതെങ്ങനെ ചെയ്യുക? സോ ഇതിനെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. സോ നമസ്കാരം, എൻ്റെ പേര് സന്ദീപ്. സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്ത്, നമ്മൾ ഈ പേടിഎം ആപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ പേടിഎം എന്ന് സെർച്ച് ചെയ്യുക. പേടിഎം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഇതിൻ്റെ ഓരോ സെർച്ചിൻ്റെയും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ വന്നിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ചോദിക്കുന്നതാണ് ലാംഗ്വേജ്. അപ്പോൾ ആദ്യം നമുക്ക് കാണുന്ന ഇംഗ്ലീഷാണ്. പക്ഷേ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാം. പക്ഷേ അറിയാത്തവർക്ക് അതിൽ മലയാളം ഓപ്ഷനുണ്ട്. നിങ്ങൾ കുറച്ച് താഴത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം എന്ന ഓപ്ഷനും അതിൽ കാണുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. സോ ഇംഗ്ലീഷ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATMൻ്റെ ഫുള്ളായിട്ട് ഒരു മെനു നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരും. സോ ഈ മെനുവിൽ താഴത്തോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ എന്ന ഒരു മുഖം, മീൻസ് ഒരു മുഖത്തിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. ആ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിൽ നിങ്ങൾക്ക് ലോഗിൻ ടു പേടിഎം എന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ലോഗിൻ ടു പേടിഎം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ ID യൂസ് ചെയ്യാം. ഇമെയിൽ ID ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഒരു പാസ്വേഡ് നിങ്ങളായിട്ട് ആലോചിച്ച് ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആൽഫ ന്യൂമറിക്ക് കുറച്ചും കൂടി നന്നായിരിക്കും. മീൻസ് അക്കങ്ങളും അതേമാതിരി അക്ഷരങ്ങളും കൂടി ചേർത്തിട്ടുള്ള ആൽഫ ന്യൂമറിക് പാസ്വേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് ബിക്കോസ് നിങ്ങൾക്ക് സെക്യൂരിറ്റിക്ക് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളത് വെരിഫൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ, മീൻസ് ആ സമയത്ത് നിങ്ങൾ സൈൻ അപ്പ് എന്ന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് പേടിഎം തന്നെ ഒരു SMS ആയിട്ട് അയക്കും. സോ SMS റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 6 ഡിജിറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നിങ്ങൾ OTP എന്ന ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. സോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെയും ATMൻ്റെ മെനു ഓൾറെഡി പിന്നെയും നിങ്ങൾ ഓപ്പൺ ആവും. സോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഓപ്ഷനിൽ രണ്ടാമത്തെ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞ് സെക്കൻഡ് ലൈനിൽ മൊബൈൽ പ്രീപെയ്ഡ് എന്ന് നിങ്ങൾക്ക് കാണാം. സോ മൊബൈൽ പ്രീപെയ്ഡ് എന്ന് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ പ്രീപെയ്ഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത ഉടനെ അടുത്ത നിങ്ങളുടെ ഡയലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലാദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെയോ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ നിങ്ങൾക്ക് ആർക്കാണ് റീചാർജ് ചെയ്യാൻ ആഗ്രഹമുള്ളത് നിങ്ങൾ ആ നമ്പർ അതിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ ടൈപ്പ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് തന്നെ പേടിഎം വന്നിട്ട് അതിൻ്റെ സർവീസ് പ്രൊവൈഡറും അതിൽ തന്നെ അത് സെർച്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എയർടെൽ തമിഴ്നാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇപ്പോൾ ചിലവർക്ക് എന്ന് വെച്ചാൽ നമ്പർ പോർട്ട് ചെയ്തവർക്കാണെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു സർവീസ് പ്രൊവൈഡർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഏത് സർവീസിലാണ് ഇരിക്കുന്നത് ആ സർവീസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്പർ പോർട്ട് ചെയ്യാത്തവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഡയറക്റ്റായിട്ട് അത് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്ത് തരും. അടുത്ത ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ എമൗണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ 50, 100 അങ്ങനെ റീചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ഓഫർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് നോക്കണമെങ്കിൽ ബ്രൗസ് ദ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആ ബ്രൗസ് ദ പ്ലാനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ബ്രൗസ് പ്ലാനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പുതിയ പ്ലാൻസ് ടോക്ക് ടൈം പ്ലാൻ ആണെങ്കിൽ ബെസ്റ്റ് ഓഫർ നിങ്ങൾക്ക് ഏതാ ഉള്ളത്, അല്ലെങ്കിൽ 3G 4G എന്താ ഓഫർ, ടോപ്പ് എന്താ ഉള്ളത്, നിങ്ങൾക്ക് ഏത് ആവശ്യമുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ 50 റുപ്പീസ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിൽ 15 റുപ്പീസ് ഞാൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൽ ഗോ എന്ന് കൊടുക്കുക. അപ്പോൾ അതൊരു പുതിയ പേജിലേക്ക് വരും. കുറച്ച് ഓഫേഴ്സൊക്കെ തരുന്ന ഓഫറാണ്, പക്ഷെ നമ്മൾ അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊസീഡ് ടു പേ എന്ന് നിങ്ങൾക്ക് താഴത്ത് കാണാം. ഈ പ്രൊസീഡ് ടു പേയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഈ പ്രൊസീഡ് ടു പേയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നത് നിങ്ങളുടെ പേയ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നത് ഒന്ന് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ATM കാർഡ്, സാധാരണ ATM റുപേ കാർഡ് നിങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കാണാം, ഞാൻ ഓൾറെഡി എൻ്റെ HDFCൻ്റെ ATM കാർഡ് അതിൽ വന്നിട്ട് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിലൊരു ഫ്രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അത് ഓൾറെഡി കാണിക്കുന്നത്. സോ നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നിങ്ങൾ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ATM നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതേമാതിരി താഴത്തെ അതിൽ എക്സ്പയറി ഡേറ്റ് എന്ന് നമുക്ക് ഓൾറെഡി നമ്മുടെ ATMൽ ഉണ്ടാവും. സോ ATMൽ നിങ്ങൾ ആ എക്സ്പയറി ഡേറ്റ് അടിക്കുക. അത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ കസ്റ്റമറുടെ പേരെന്താണെന്ന് ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങളുടെ പേര് അതിൽ അടിക്കുക. ബാക്കിലുള്ള CVV നമ്പർ ഉണ്ടാവും, ആ CVV നമ്പറും അതിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രൊസീഡ് നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തും ഒരു OTP വരാൻ നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് ഒരു OTP അയക്കും. ചിലവർക്ക് പാസ്വേഡ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വന്നിട്ട് പാസ്വേഡ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കാർഡിന്, അപ്പോൾ പാസ്വേഡ് ഞാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മേലെ കാണിക്കുന്നുണ്ട് സെൻഡ് OTP, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു OTP ബാങ്ക് അയച്ചു തരും. ആ ബാങ്ക് OTP നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അത് ഓൾറെഡി പ്രോസസ്സ് ആവും, പേയ്മെൻറ്റ് പ്രോസസ്സ് ആവും. അപ്പോൾ പേയ്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സക്സസ് നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്കൊരു അക്കൗണ്ടും അതേമാതിരി നിങ്ങൾക്കൊരു ATMO ഉണ്ടെങ്കിൽ. സോ ഐ തിങ്ക് ഈ വീഡിയോ കൊണ്ട് വളരെ സിമ്പിളായിട്ട് Paytm എങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ വിചാരിക്കുന്നു. ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഇതേമാതിരി ചെറിയ ചെറിയ ടെക്നിക്കൽ വീഡിയോസ് ആയിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. സോ അത് കാണാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി, നമസ്കാരം.